ഹലോ. നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത് ഗീ കേക്കും എഗ്ലെസ് കേക്കും ഒക്കെയാണെന്ന് എനിക്കറിയാം കേട്ടോ. അത് മറന്നിട്ടല്ല, പക്ഷേ ഞാനൊരു ലഡു ഉണ്ടാക്കിയ സമയത്ത് അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ലഡു നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഉണ്ണിയേട്ടനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഉണ്ണിയേട്ടന് കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ വിചാരിച്ച സമയത്ത് നമ്മൾ ആദ്യം വിചാരിച്ചത് ജിലേബി, പക്ഷെ അത് നടന്നില്ല. ലഡു ഉണ്ടാക്കണം വിചാരിച്ച് അതും നടന്നില്ല. അപ്പോൾ രണ്ടും നടക്കാണ്ടായപ്പോൾ പിന്നെ എന്തായാലും വിചാരിച്ചല്ലോ, എന്തായാലും അവർക്കത് കൊടുക്കാൻ സാധിച്ചില്ല. പക്ഷേ ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല, എനിക്കത് ഉണ്ടാക്കി തന്നെ അടങ്ങുള്ളൂ ഞാൻ. അങ്ങനെ അത് ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. ലഡുവിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ഞാൻ ചെയ്തതൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. 2 കപ്പ് ബേസൻ ഫ്ലോർ, അതായത് കടലമാവില്ലേ, അതാണ് കടലപ്പൊടി, എന്താ നിങ്ങൾ പറയുക, ആ പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. ഞാൻ വലിയ കാര്യത്തിൽ 2 കപ്പെല്ലാം അളന്നെടുത്തു, പക്ഷേ എടുത്ത് നോക്കുമ്പോൾ അതാകെ 2 കപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഇങ്ങനെ അങ്ങ് ഇട്ടേച്ചാൽ മതിയായിരുന്നു. കുഴപ്പമില്ല. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം അതിൽ 2 നുള്ളു ഉപ്പിടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഇടാം, ഞാൻ ഇടാറില്ല കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം. പിന്നെ നമുക്ക് ആദ്യം 1 കപ്പ് വെള്ളം, പച്ചവെള്ളമാണ് യൂസ് ചെയ്യുന്നത്. പച്ചവെള്ളം കുറച്ചൊന്ന് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് വിസ്ക് വെച്ചൊന്ന് ചെയ്ത് കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് വെച്ച് ചെയ്യുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ലംസ് വരാൻ ചാൻസ് കുറവാണ്. സ്പൂണൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ഇങ്ങനെ സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് നമ്മളൊന്ന് കുഴച്ചെടുത്തേച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. വിസ്ക് ഉണ്ടെങ്കിൽ എളുപ്പമാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. വിസ്ക് ഇല്ല വിചാരിച്ചിട്ട് നമുക്ക് ലഡു ഉണ്ടാക്കാൻ പറ്റില്ല എന്നല്ല കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ആരും ചെയ്യാണ്ടിരിക്കേണ്ട മടിയന്മാരെ. അപ്പോൾ ഇതൊന്ന് നല്ലോണം പോലെ ലംസ് ഇല്ലാതെ, കൂടുതൽ വെള്ളം നമ്മൾ ആദ്യം തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കട്ടകളെ ഉടച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് അതെല്ലാം ആദ്യം ഒന്ന് മിക്സായി നനവ് തട്ടി നിൽക്കുമല്ലോ. ഇനി എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുക്കാം. അതിനിടയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കളർ യൂസ് ചെയ്യാം, നിങ്ങൾ യൂസ് ചെയ്യേണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ഇത് ഞാൻ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചത് ഓറഞ്ച് കളറാണ്, പക്ഷേ ഓറഞ്ച് കളർ കൊടുത്തിട്ട് ശരിയായില്ല കേട്ടോ. 3/4 കപ്പ് വെള്ളം കൂടിയാണ് നമ്മൾ പിന്നെ എടുത്തത്. അതായത് 2 കപ്പ് കടലപ്പൊടിക്ക് നമ്മൾ എടുക്കുന്നത് 1/4 കപ്പ് വെള്ളമാണേ, പച്ചവെള്ളം. അപ്പോൾ അത് ഒഴിച്ചിട്ട് കളർ കിട്ടിയില്ലടാ. ശരിക്കും മഞ്ഞ കളർ എടുത്താൽ മതിയായിരുന്നു. അതും പിന്നെ ചേർത്തിട്ടൊന്നും കളർ വരാതായപ്പോൾ ശരിക്കും ഞാനൊരു വെടി. പിന്നെയാണ് ഞാൻ ഓർത്തത് കേട്ടോ, നമുക്ക് റെഡ് കളറ് ഒരു ഇത്തിരി 1-2 ഡ്രോപ്പ് ചേർത്തിരുന്നെങ്കിൽ ശരിക്കും ഒരു ഓറഞ്ച് കളർ കിട്ടുമായിരുന്നല്ലോ. പക്ഷേ ഓറഞ്ച് കളർ ചേർത്തപ്പോൾ മഞ്ഞയാണ് കിട്ടിയത്. അപ്പോൾ റെഡ് ചേർത്തിരുന്നെങ്കിൽ ഓറഞ്ച് കിട്ടുമല്ലോ. പോയ ബുദ്ധി ആന വിളിച്ചാലും കിട്ടൂലല്ലോ, അത് പോട്ടെ. അപ്പോൾ ലാസ്റ്റ് ഞാൻ എന്നിട്ട് ഏറ്റവും അവസാനമാണ് എനിക്ക് ആ ബുദ്ധി പോയതും കേട്ടോ. ഞാൻ റെഡൊക്കെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം എത്ര തന്നെ ഓറഞ്ച് കളർ മിക്സ് ചെയ്തിട്ടും അതിന് ആ ഒരു കളർ ഞാൻ വിചാരിച്ചൊരു, നമ്മൾ ബേക്കറിയിലൊക്കെ ചില്ലുംകൂട്ടിൽ കാണുന്ന അടിപൊളി ലഡു ഇല്ലേ, നല്ല മോയിസ്റ്റായിട്ട് ഇങ്ങനെ നെയ്യിലൊക്കെ അത് ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ കളറിലേക്ക് എത്തിക്കാൻ ഇത് കണ്ടോ, ലാസ്റ്റ് 2 ഡ്രോപ്പ് റെഡ് ഉറ്റിച്ച സമയത്ത് കറക്റ്റായി. അപ്പോൾ നമ്മളെ കൺസിസ്റ്റൻസി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ കുഴമ്പ് രൂപത്തിൽ വരണ്ട, പഴംപൊരീൻ്റെ മാവ് പോലെ ഒന്നും ആവരുത്, നല്ല ലൂസായിരിക്കണം. ഈ വിസ്ക് ഒന്ന് പൊക്കി പിടിക്കുന്ന സമയത്ത് തുള്ളികളായിട്ട് താഴ്ത്ത് വീഴണം. കാരണം എന്ന് വെച്ചാൽ ബൂന്തി ഉണ്ടാക്കുന്ന സമയത്ത് അത് നല്ല പോലെ തുള്ളികളായിട്ട് വീണാലല്ലേ നമുക്ക് ആ ഒരു ബോളായിട്ട് കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷേ നമുക്കതിങ്ങനെ കിട്ടൂലല്ലോ, നീളത്തിൽ ഒക്കെ അല്ലേ കിട്ടുക. പക്ഷേ എനിക്കെന്താ കിട്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഇപ്പം ശരിയായി തരാം. അപ്പോൾ ഇത് നമ്മൾ നല്ലോണം പോലെ മിക്സ് ചെയ്ത് കണ്ടോ, ഇതുപോലെ വീഴുന്ന പരുവെത്തിയപ്പോൾ നമ്മൾ മിക്സിങ് ഒക്കെ നിർത്തി. 1/4 വെള്ളമാണ് എടുത്തത്, അതിൽ കൂടുതൽ എടുത്തിട്ടില്ല. ഇനി നമ്മളൊരു ഫ്രൈ പാൻ മേലെ വെച്ചിട്ടുണ്ട്, അടുപ്പിൽ തീ ഓണാക്കിയിട്ടില്ല. അതിനകത്തേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ വെളിച്ചെണ്ണ ചേർക്കരുതെന്ന് എല്ലാവരും പറയും ജിലേബിക്കെല്ലാം, പക്ഷേ ജിലേബിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട് ജിലേബി ഞാൻ വെളിച്ചെണ്ണയിൽ ചെയ്ത് നോക്കിയ സമയത്ത്. അപ്പോൾ ഇത് പിന്നെ ഞാൻ ഓയിലിൽ തന്നെ അങ്ങ് ചെയ്ത് നോക്കി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ എണ്ണയിൽ കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്, കറുത്ത മുന്തിരിയും അണ്ടിപ്പരിപ്പും. അപ്പോൾ ഈ ഒരു കോരി എടുക്കുന്ന സാധനം ഉണ്ടല്ലോ, ഞാൻ ഇത് ഉണ്ടാക്കണമെന്ന് തോന്നിയ സമയത്ത് ആ സന്ധ്യയ്ക്ക് തന്നെ പോയി അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാ. പക്ഷേ എനിക്ക് പണി കിട്ടി. ഫസ്റ്റ് ഞാനിത് ഒഴിച്ച സമയത്ത് ബൂന്തിയായിട്ട് വന്നില്ല, നല്ല നൂല് പോലെയാണ് വന്നത്. കുറച്ചും കൂടെ ലൂസാവണമെന്ന് ചോദിച്ചാൽ വേണ്ട, ഞാനത് ഒഴിച്ചതിൻ്റെ മിസ്റ്റേക്കാണ് കേട്ടോ. അതിങ്ങനെ എന്താ പറയുക, ആ
തവി ഉണ്ടല്ലോ, ആ കോരുന്ന സാധനം അങ്ങനെ തന്നെ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തത് കൊണ്ടാണ് നടുവിൽ അങ്ങനെ കട്ടിയായിട്ടൊക്കെ വന്നു പോയത്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ചെയ്തല്ലേ പഠിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 2ാമത്തെ തവണയാണ് ലഡു ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാമല്ലോ. അപ്പോൾ പഠിക്കുന്നതാണെങ്കിൽ കൂടി നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം കോരി എടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ ചൂടായി, പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി എണ്ണയ്ക്ക് നല്ല ചൂടുള്ള സമയത്താണ് ഇത് ഒഴിക്കേണ്ടത് കേട്ടോ. എന്നിട്ട് തീ കുറച്ച് വെക്കുക. ഒരു 30 സെക്കൻഡ് വെച്ചാൽ മതി. ഇതിങ്ങനെ തെറിപ്പിച്ച് എന്താ പറയുക, ഇളക്കി കളിച്ചിട്ട് ഇത് ഒഴിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ എനിക്കൊന്ന് കറക്റ്റ് ബൂന്തിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല രസമാണ് കാണാൻ. മാല എന്തൊക്കെയോ ഷേപ്പാണ് വരുന്നത്. കുഴപ്പമില്ല, നമ്മൾ മിക്സിയിലടിക്കുമല്ലോ. അങ്ങനെ നമ്മളിതെല്ലാം കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ മോള് ഉറക്കണീറ്റ് കരയൽ. അപ്പോൾ കരഞ്ഞ സമയത്ത് ഞാൻ ഇതെല്ലാം ഒന്ന് ഓഫ് ചെയ്തിട്ടിട്ട് വീണ്ടും അവളെ പോയി എടുത്ത് ഉറക്കച്ചടവെല്ലാം മാറ്റി തിരിച്ച് വന്നപ്പോഴത്തേക്കും വീണ്ടും അവൾ ഉറങ്ങിയില്ല. അപ്പോൾ എനിക്ക് നല്ല 8ൻ്റെ പണി കിട്ടി. ഇനിയിപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, ഒരു കയ്യിൽ ക്യാമറ, ഒരു കയ്യിൽ കുഞ്ഞാവ, ആകെ 2 കൈയേ ഉള്ളൂ. പക്ഷേ അമ്മമാരായി കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തെ പോലെ 1000 കൈകൾ ഉണ്ടാവുന്നല്ലേ പറയാം. സത്യം, അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കയ്യിൽ മോളുണ്ട്, ക്യാമറ ഉണ്ട്, പിന്നെ ഇതാ ഈ കയ്യിൽ പിടിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം കൂടി എടുത്തപ്പോൾ മോളെ വെച്ച് ചെയ്തുകൊണ്ടപ്പോൾ കണ്ടില്ലേ, എനിക്ക് ജ്വല്ലറി പോയ പോലെ കുറേ മാലയും വളയും നെക്ലേസും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ബൂന്തിയൊക്കെ ഏറ്റവും അടിയിലാണല്ലേ, മുത്തുകളൊക്കെ താഴെയായിപ്പോയി. നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ മാത്രമാണ് എനിക്ക് ആ മുത്തുകൾ പോലെ കിട്ടിയത്. പിന്നെ മോളെ വെച്ചുകൊണ്ട് എടുത്തപ്പോൾ എനിക്ക് ഈ ബൂന്തി ചെയ്യുന്ന സമയത്ത് ആ തവി പിടിച്ചിട്ട് ഇങ്ങനെ 2 കൈ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ നന്നാക്കി ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ഓരോരോ എക്സ്ക്യൂസ് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ക്ഷമിക്കുക കേട്ടോ, അവളൊന്ന് വലുതാവട്ടെ, പിന്നെ അവൾ ഹെൽപ്പ് ചെയ്യും. കണ്ടോ, അടിപൊളി ജ്വല്ലറിയൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ അതെല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതായത് പൾസ് ബട്ടൺ അറിയോ? അറിയുന്നവരുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ, അറിയാത്തവരും ഉണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയാം, നമ്മൾ സാധാരണ മിക്സിയിൽ തേങ്ങയെല്ലാം അരയ്ക്കുന്ന സമയത്ത് ഏത് സൈഡോട്ടാണോ തിരിക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ഒന്ന് തിരിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഒരു ക്രിർ എന്ന് മാത്രം ഉള്ള രീതിയിൽ സെക്കൻഡ്സ് ആയിട്ട് അടിച്ചെടുത്താൽ മതി. അരച്ചങ്ങോട്ട് പേസ്റ്റ് ആക്കണ്ട. അപ്പോൾ നമ്മൾ ഈ വലിയത് മാത്രമാണ് കേട്ടോ അടിച്ചെടുക്കുന്നുള്ളൂ. ഈ ഒരു ബൂന്തി കണ്ടില്ലേ, ഇത് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയതാണ്, അതിനെ വെറുതെ മിക്സിയിലിടണ്ട. ഇനി ലാസ്റ്റ് എല്ലാം പൊടിച്ചെടുത്തതിന് ശേഷം പൊടിക്കാത്തതും കൂടി ചേർത്ത് അതവിടെ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഇതിന് മധുരം ഇട്ടിട്ടില്ല, അപ്പോൾ മധുരം വേണം. മധുരം നിങ്ങൾ മധുരപ്രിയരാണെങ്കിൽ 1.5 കപ്പോ 1.25 കപ്പോ പഞ്ചസാര എടുക്കാം. നല്ല മധുരപ്രിയരാണെങ്കിൽ 1.25 കപ്പ് എടുത്തു കേട്ടോ. എനിക്ക് ഇവിടെ പൊതുവേ മധുരം കുറവാണ്. അതിനുള്ളിൽ കൂടെയാണ് എൻ്റെ ശാന്തമോള് പഞ്ചസാര നുള്ളിപ്പോയത്. അപ്പോൾ മധുരം കുറവായതുകൊണ്ട് മാത്രം 1.25 കപ്പ്. ശരിക്കും ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരു പാകത്തിന് നമുക്ക് എത്ര വേണേലും കഴിക്കാം എന്നുള്ള രീതിക്കാണ് മധുരം. 1.25 കപ്പിന് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനിടയ്ക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ഞാനൊന്ന് ഉള്ളിലുള്ള കുരുകളൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 3 ഏലക്കയുടെ കുരു എടുത്തിട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമൊന്നും വേണ്ട. അതിനിടയ്ക്ക് നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് അത് ചെയ്യേണ്ട കേട്ടോ. പക്ഷെ നെയ്യും കൂടെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു സുഖം ഉണ്ടല്ലോ. തിന്നുന്ന സമയത്ത് ഭയങ്കര സോഫ്റ്റും, വായിലിടുമ്പം പാൽപ്പേടയൊക്കെ കഴിക്കുന്ന പോലെ വെണ്ണ പോലെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ കുറുക്കി എടുക്കുകയൊന്നും വേണ്ട. ഒറ്റനൂൽ പരുവത്തിലേക്കും എത്തണം എന്നൊന്നുമില്ല. അതിന് തൊട്ട് മുമ്പൊരു ഒട്ടലുണ്ടായാൽ മതി. തൊട്ട് നോക്കുമ്പം അങ്ങനെ ആയി കഴിയുന്ന സമയത്ത് നമ്മളിത് മുഴുവനായിട്ടും ഇതിലേക്ക് ബൂന്തി പൊടിച്ചത് ഇട്ട് കൊടുക്കുക. അതേപോലെ പഞ്ചസാര മുഴുവൻ മെൽറ്റ് ആവാണ്ട് ഒരിക്കലും നിങ്ങൾ ഇടണ്ട കേട്ടോ. അപ്പോഴാണ് പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ പഞ്ചസാര കടിക്കുന്ന ചില ലഡുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ആയിപ്പോവും. അപ്പോൾ ഇത് നമ്മൾ ഇളക്കി ഒരു ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ അതിങ്ങനെ മാറ്റി ഇട്ട് കൊടുത്താൽ മതി. അതിലൊന്നും പ്രത്യേകിച്ച് വലിയൊരിതില്ല. നിങ്ങൾ ഇളക്കി കൊടുത്താൽ മതി, അടി പിടിക്കാതെ പോയാൽ മതി. ഇത് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് വഴി തെളിഞ്ഞ് വരണം. ആ ഒരു പരുവെത്തുന്നവരെ ഒന്ന് നന്നായിട്ട് ഇതിലേക്ക് കുടിക്കും. ഈ ഒരു പഞ്ചസാരയൊക്കെ ബൂന്തിയിലേക്ക് കുടിച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതേപോലെ ബൂന്തി ഫ്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അധികം അങ്ങോട്ട് മൊരിച്ചെടുക്കരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരി ഇങ്ങോട്ട് മാറ്റണം. കണ്ടോ, ഇപ്പോൾ കുറച്ച് അത്യാവശ്യം ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം. കാരണം ഇത് തണുക്കാൻ വേണ്ടി വെക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് ടൈറ്റ് ആവും. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ പരത്തി ഇട്ടിട്ട് അതിന് മുകളിലോട്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, അതൊക്കെ ഇല്ലേ, അതൊക്കെ കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിത് മോള് കുറച്ച് വഷളായ സമയത്ത് ഞാൻ കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട്
നന്നായിട്ട് കുത്തി ഇളക്കി തണുപ്പിച്ചൊന്ന് എടുത്തിട്ടുണ്ട്. തണുപ്പിച്ച് മീൻസ് അങ്ങനെയല്ല, കയ്യിലെടുക്കുമ്പം ചൂടുണ്ട് കേട്ടോ, ആ ഒരു പരുവത്തിൽ തന്നെ. പക്ഷേ ചെറിയൊരു ചൂടേ ഉള്ളൂ, കുഴപ്പമില്ല. അപ്പോൾ ഞാനൊരു എല്ലാ ലഡുവിനും ഒരേ വലുപ്പം വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു സ്പൂൺ വഴി കോരിയെടുക്കാൻ നോക്കിയത്. നോക്കുമ്പോൾ പിടിച്ചു നോക്കുമ്പോൾ സാധാരണ ലഡുവിനേക്കാളും ഭയങ്കര വലുപ്പം. അപ്പോൾ ഞാൻ കുറച്ച് നുള്ളി തിരിച്ച് അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കറിയാലോ, ഒരു ലഡു കയ്യിൽ പിടിക്കുമ്പം എത്ര ഉണ്ടാവും എന്നറിയാലോ. ആ ഒരു കണക്കിന് എടുത്തിട്ട് ഉരുട്ടി ബോളുകളാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. എത്ര പെട്ടെന്നാണ് കഴിയുന്നത്. ശരിക്കും നമ്മളൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ പഴം പൊരിക്കൂലേ, ആ പഴംപൊരി ഉണ്ടാക്കുന്ന ഒരു 10 പഴംപൊരി ഉണ്ടാക്കുന്നിടത്ത് ഒരു 20 പഴംപൊരി ഉണ്ടാക്കുന്ന ഒരു എഫേർട്ട് അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പം ഭയങ്കര സർപ്രൈസ് ആയിരിക്കൂലേ. എല്ലായിടത്തും പോയാൽ ഉള്ളിവട, പഴംപൊരി, മുട്ട വറുത്തത് അങ്ങനത്തെ ഒക്കെ കിട്ടുന്നതിന് പകരം ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് അവരൊരിക്കലും നമ്മളെ മറക്കില്ല. പിന്നെ എവിടെ ലഡു കണ്ടാലും നമ്മളെ അവർ ഓർക്കും. അതൊക്കെ നല്ലൊരു അനുഭവമല്ലേ. അപ്പോൾ അതേപോലെ നമ്മളിവിടെ ഈ ഒരു 2 കപ്പ് പൊടി കൊണ്ട് നമുക്കൊരു മാക്സിമം ഒരു 25 ലഡുവോളം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ എല്ലാ ഉരുളകളും ഉരുട്ടിയ ശേഷം ഒന്ന് എണ്ണിയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അത്യാവശ്യം വലിയ ഉരുളകളാണ് ഉരുട്ടിയത്. നിങ്ങൾ ഇത്ര വലുതാക്കി എടുക്കുന്നില്ലെങ്കിൽ കുറച്ച് അധികം തന്നെ കിട്ടും. അപ്പോൾ നമ്മളിത് എയർ ടൈറ്റായിട്ട് സൂക്ഷിച്ച് വെക്കണം കേട്ടോ. ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കുന്നില്ല, നമ്മൾ പുറത്ത് തന്നെ, പക്ഷെ നല്ല രീതിക്ക് സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഫോട്ടോത്തിലാണെങ്കിൽ കളർ കൂടിപ്പോയല്ലേ. ഓക്കെ, നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ പറയട്ടോ. ഫോട്ടോഷൂട്ട് നടക്കുന്നതും നിങ്ങൾ നോക്കിക്കോട്ടോ. അതിനുള്ളിൽ ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് എൻ്റെ മോളും ഞാനും കൂടെയാണ് എടുക്കുന്നത്.